പക്ഷെ അമ്മ രാവിലെ 5 മണി കേട്ടോ. ഞങ്ങൾ സൗണ്ടൊക്കെ പോയി. ഞങ്ങൾ റെഡി ആവാൻ പോകണം. എനിക്ക് ട്രേക്കൊന്നും പോകണം. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടൂർ പോകണം. വണ്ടൂർ പോയിട്ട് വേണം റെഡി ആവാൻ. അപ്പം ഇനി റെഡി ആയിരിക്കാം. ഞാൻ നടന്ന പരിപാടിയുടെ ബാക്കിയായിട്ടു എല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട്. സമയം 5 മണി 6 മണി 5 മണി ആയിട്ടുള്ളൂ. നമുക്ക് ഇറങ്ങണം. ശ്രീകുട്ടിൻ്റെ സൗണ്ട് പോയോ? എനിക്ക് നല്ല തലവേദന ഉണ്ട്. വിയർപ്പ് ഇറങ്ങിയിട്ട് തലയിലൊക്കെ ഭയങ്കര കനമായിരുന്നു. എനിക്ക് നല്ല എന്തായാലും പോയി റെഡിയാവാം. നമുക്ക് 7 മണിയാകുമ്പോൾ തിരിച്ചെത്തണം. എന്നിട്ട് ഇറങ്ങാനുള്ളതാണ്. അപ്പം ഞാൻ ഇന്നലെ തലേന്ന് പറഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഉച്ചത്തെ പ്രാക്ടീസ് സെഷൻ്റെ. അത് ഡിലീറ്റ് ആയിപ്പോയി. അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ശ്രീകുട്ടിൻ്റെ ശബ്ദമൊക്കെ പോയി. ഒരു ഹലോ പറഞ്ഞേ, ഒരു ഹലോ പറഞ്ഞ. അപ്പോൾ തങ്കോദേ ഞങ്ങൾ 5 മണിക്ക് ഇന്നലെയും ഞാനൊന്നും എനിക്ക് ഉറങ്ങാൻ വേണ്ട കേട്ടോ. ഇന്ന് എനിക്ക് എന്തൊരു ഉറക്കം വരില്ല. എനിക്ക് എണീക്കണ്ട. എനിക്ക് ഉറക്കം വന്നിട്ട് പോയ. അപ്പം നമ്മൾ പോയി റെഡി ആവണം. ഇനി ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ടിരിക്കും. ഒരു ഇങ്ങനെ കാണിക്കും പൈസ. നിനക്ക് ടെൻഷൻ ഉണ്ടോ? എക്സൈറ്റഡ് ആണോ? എന്താണ് ഇപ്പൊ നിനക്ക് തോന്നുന്ന വികാരം? എന്താ ഇപ്പൊ നിനക്ക് തോന്നുന്ന വികാരം? ഇവൻ എങ്ങനെ തൊണ്ടവേദനാണെന്നോ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് തൊണ്ടവേദന വന്നിട്ട് ഇവൻ തൊണ്ടവേദന എങ്ങനെ വന്നു എനിക്കറിയില്ല. അതാണ് ഞങ്ങൾ ഇപ്പൊ തോന്നി. റെഡി ആയിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക്. സെറ്റ് ഷംനയാണ്. നമുക്ക് ഷംനയുടെ പേജ് ഞാനിവിടെ എല്ലാവരും പോയിട്ട് ഷംനയല്ലേ ഷഹമ സോറി മാറി പേജ് ഷംനയുടെ അകത്താണ്. ഇത് ഷഹമാണ് കേസ്. അപ്പോൾ അവളുടെ പേജ് എല്ലാവരും നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വണ്ടൂർ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അല്ലേ നീ വരില്ലേ? നീ പോയി ചെയ്യും. അവൾ പോയി ചെയ്യും കേസ്. കിടുവായിട്ട് ചെയ്യും അല്ലേ? നമ്മുടെ ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സെറ്റ് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നു എങ്ങനെ ഉണ്ടാവുന്നു. ബട്ട് വെരി നൈസ്. അടിപൊളി. പൊക്കോ ഓവറാവണല്ലോ. വന്നിരിക്കുകയാണ്. 5 മിനിറ്റ് ഞാൻ റെഡി ആയിട്ടെങ്കിൽ വരുന്ന കളഞ്ഞിട്ട് കൊണ്ടുപോയില്ല. പടപടയിൽ റെഡി ചോദിച്ചാൽ എനിക്ക് സാരി ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൊതുവെ ഞാൻ വണ്ട് ഫ്ലീറ്റ്സ് ഉള്ള ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലീറ്റ്സൊക്കെ എടുത്ത് സാരി എടുക്കുന്നത്. ഭയങ്കര കുറച്ച് എക്സൈറ്റഡാണ് ഞാൻ. നല്ല മേക്കപ്പ് ഉണ്ടാവുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുവെ എനിക്കൊക്കെ ഭയങ്കര ഡൗട്ടുള്ള ആളായിരുന്നു. എൻ്റെ പാലക്കാട് നിന്നൊക്കെ വരുമ്പോൾ മലപ്പുറത്ത് എവിടെയാണ് നല്ല മേക്കപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ അലമ്പാവുമോ, ഭയങ്കര കീക്കിയാവുമോ, ഇവിടെ കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് വേണം. അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നല്ല സ്പോട്ട് എന്ന് പറയുന്നത് വണ്ടൂർ അമ്പലപ്പടിയിൽ ലൈഫ് സലൂണാണ് കേട്ടോ. സോ മേക്കപ്പ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് വേണ്ടിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാരി ഇട്ടിട്ടുണ്ട് ചേച്ചി ഭീകരമായിട്ട് കൊടുത്തു. എനിക്ക് ദേവസേന ആക്കുന്നുണ്ട് എന്നെ. മറ്റേ ബാഹുബലിയിൽ അവിടെ പോയി ഇറങ്ങും മറ്റേ ദേവസേന ഫീലൊക്കെ ആയിരിക്കും എനിക്ക്. നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പക്ക ലേറ്റാണ്. ഞാനൊരു ഫുൾ ഫിഗർ കാണിച്ചത്. നല്ല പക്ക ലേറ്റാണ്. തങ്കോക്കടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓടിപ്പോട്ടെ, അല്ലെങ്കിൽ മിക്കവാറും അവിടെ എനിക്ക് പോയി കഴിഞ്ഞാൽ നല്ല തെറിയേക്കാനുള്ള വഴികളുണ്ട്. ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് ഐ എം ലവിങ് സോ മച്ച്. എൻ്റെ മേക്കപ്പിൻ്റെ ബിഹൈൻഡിലുള്ള ഞാൻ കാണിച്ചത്.
നീ തന്നെ നിന്റെ പേര് പറഞ്ഞു. ഷഹ്മ. അവളുടെ ഇൻസ്റ്റാ പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ബ്രൈഡൽ വർക്ക് ഉണ്ടെങ്കിൽ ലൈഫ് ചേച്ചി എനിക്ക് ബ്ലോഡ് ചെയ്ത് തന്നു കേട്ടോ. ചേച്ചി ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഇപ്പഴേ മാറ്റി പറഞ്ഞൊക്കെ. താങ്ക് യു സോ മച്ച് ചേച്ചി. എല്ലാവർക്കും അടിപൊളി. ചേച്ചി സാരി ട്രൈപ്പ് ചെയ്ത് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ചേച്ചി. തങ്കു എങ്ങനെയുണ്ട്? ഞാന് തങ്കു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുണ്ടെടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ കേസ്. ചുണ്ട് മനി ആയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ തന്നെ. ഗൈസൊക്കെ ഭയങ്കര 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 ഇഷ്ടമായിട്ടോ. ഞാൻ ലൈക്ക് എനിക്ക് ഇതാണ് ഞാൻ വീട്ടിൽ ചെയ്യാത്തത്. ബിക്കോസ് ഇവിടെ ആകുമ്പോൾ അല്ലേ അത് പക്കയായിട്ട് നിന്നോളും. ഇനിയിപ്പോൾ ടെൻഷനില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ചൂട് വെതറും കൂടി ആയതുകൊണ്ട് ഹെയർ ഒക്കെ എങ്ങനെ നിൽക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനി നിന്നോളും. അപ്പം നമുക്കിനി വീട്ടിൽ പോയിട്ട് അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. നമുക്ക് 8-ന് ഇറങ്ങണം. അപ്പോൾ വണ്ടിയൊക്കെ ആരാണ്? അമ്മ ബ്യൂട്ടിഫുൾ ആയിണ്ടോ? അമ്മ ഞാൻ എങ്ങനെയുണ്ട്? രസമുണ്ടോ? അഖിലാജ് പിന്നെ അങ്ങനെയാണ് നമ്മൾ ഷടപടിയെന്ന് ഒരു ഇഡ്ഡലി സാമ്പാർ. ഞാൻ എങ്ങനെയുണ്ട് പ്രീതേച്ചി? സൂപ്പറുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് കാണാം. ബൈ. ചെക്കനെ കാണാം. ശ്രീകുട്ട തിരി. എന്താ ലുക്കിനൊക്കെ അല്ലേ? നമ്മളപ്പോ ഇറങ്ങിട്ടോ. ഇറങ്ങാൻ പോവാണ്. ഓൾമോസ്റ്റ് ഇറങ്ങട്ടെ. എന്തോരം തവണ ഈ കാറിൽ പോയിട്ടുണ്ട്. ഇന്ന് ഇറ്റ് ഫീൽസ് വെരി ഡിഫറെന്റ്. ബിക്കോസ് ഇന്ന് ശ്രീകുട്ടിന്റെ കല്യാണത്തിന് പോവാണ്. ഈ അടുത്ത കാലത്തൊന്നും പിന്നെ പെണ്ണ് കിട്ടുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് കിട്ടി. ഇപ്പൊ കല്യാണത്തിന് പോവാണ്. ഒരു ബ്രദർഡാ അങ്ങനെ. ജുനൈസ് നെച്ചിയാനാണ് നമ്മളുടെ ഇന്നത്തെ കല്യാണ ചെക്കിന്റെ വണ്ടി ഓടിക്കുന്ന. കൊച്ചില്ലാത്തതിന്റെ വിഷമം ഞങ്ങൾക്ക് ഉണ്ട്. കൊച്ചുണ്ടെങ്കിൽ ഇന്നൊരു വേറൊരു വൈബായി ഉണ്ടാവും. കൊച്ചില്ലാത്തതിന്റെ നല്ല വിഷമം നമുക്കുണ്ട്. പക്ഷെ ഇവന് സന്തോഷമുള്ളൂ. നമുക്ക് തിരിച്ചു വരുമ്പോ ഞാനെന്റെ ബേബി മാത്രം. എന്നിട്ട് തനിയെ വരുവോ? അല്ല, ഞാൻ ഡ്രൈവ് ചെയ്യാം. ഞങ്ങളൊക്കെ പോകയാ? അല്ല, നിങ്ങള് ബാക്കിലിരുന്നോ. അവിടെ നിന്നുള്ള ആദ്യത്തെ 2 കിലോമീറ്ററും ഇവിടെ എത്തുന്നതായി. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 2 കിലോമീറ്റർ. ഓക്കെ. ഇനി അവന്റെ ഒരു ആഗ്രഹമല്ലേ നമ്മൾ നടത്തില്ല എന്ന് വേണ്ട. ശ്രീകുട്ടിനൊരു ആഗ്രഹം പറഞ്ഞ നമ്മൾ നടത്തില്ല. നമ്പർ ഒന്നും നെച്ചിയാന്റെ പറയണത്. എടാ ഞാൻ പറയണത് എടുക്കണ്ടെന്നാട്ടോ. കേരളത്തിന്റെ ചൂട് കാരണം നമ്മള് ഇവിടുന്ന് 2.5 മണിക്കൂർ അവിടെ എത്തുമ്പോഴേക്കും അത് വാടിപ്പോ. അപ്പൊ നമ്മളത് എടുത്തു വെച്ചിട്ട് അവിടെ എത്താനാവുമ്പോ നമുക്ക് വെക്കാം. ചന്ദനമുണ്ടോ? നിന്റെ മേക്കപ്പിൽ ഒരു സാധനം കിട്ടുമോ? ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശ്രീകുട്ടൻ വിവാഹിതനാമോ എന്നൊക്കെ നമ്മൾ എത്തിയിരിക്കും കേട്ടോ. ഞാൻ തിരിഞ്ഞു കയറണ്ടേ?
തങ്കുവിന്റെ സിസ്റ്റേഴ്സ് ആണ് ഗൈസ്. ഇത്രയും സുന്ദരികളായിട്ടുള്ള സിസ്റ്റേഴ്സ് ഓരേ ഗൈസ്, ഇതാണ് എന്റെ കുട്ടിപ്പട്ടാളം. വൈബ് ചെക്ക്. ഗൈസ്, നമ്മൾ ഇന്നലെ ഇവരുടെ കൂടെയാണ് നമ്മൾ ഡാൻസ് കളിച്ച് പൊളിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ രാത്രി ഞാൻ താഴ്ന്ന് വരുമ്പോഴേക്കും ഇവരൊക്കെ പോയി. സോ എനിക്ക് വ്ളോഗ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല ഇവരില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേർ, ചുണ്ടുമിണികളായിട്ടുള്ള തങ്കുവിൻ്റെ കസിൻസ്. ഇവടാ ഭക്ഷണം കഴിച്ച നമ്മുടെ കുട്ടിപ്പട്ടാളം. അപ്പഴേ മിസ്സായി പോയ 2-3 പേരാണ് ഇവര്. നമ്മള് കല്ലം പൊളിച്ചില്ലേ, തകർക്കണം നമുക്ക് ഗൈസ്. നാളെ റിസപ്ഷൻ കൂടിയുണ്ട്. നാളെ റിസപ്ഷനിൽ കാണാം അല്ലേ ഗൈസ്. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അടിപൊളി കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞു. ശ്രീകുട്ടാ, കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്. അങ്ങനെ ശ്രീകുട്ടൻ ഒരു ഭർത്താവായിരിക്കുകയാണ്. ശ്രീകുട്ടന്റെ വിവാഹം നടന്നിരിക്കുകയാണ്. കൈ വെച്ചിരിക്കുകയാണ്. കാല് വെച്ചു. എന്താ എനിക്ക് തോന്നുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ ഗൈസ് അടിപൊളി കല്യാണമായിരുന്നു. ഇപ്പോൾ ഇനി രഞ്ജു ഡ്രസ്സ് മാറ്റാൻ പോയിട്ടുണ്ട്. അവൾ നമ്മൾ കൊടുത്ത ഒരു പുടവ സാരി കൊടുത്തിട്ട് വരും. എന്നിട്ട് നമ്മൾ കഴിക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ വീട്ടിൽ 4 മണിക്ക് മുമ്പ് കയറണം. കാരണം ഡ്രസ്സ് മാറ്റി എത്ര പെട്ടെന്ന് ഞാനും വിചാരിച്ചു ഇത്ര സ്പീഡിൽ സാരി കൊടുത്തു മാറ്റും. തങ്കു, നിന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ ഇട്ടിട്ട് രണ്ടാമത് അമ്മായിമ്മ ആയിരിക്കുകയാണ് എൻ്റെ അമ്മ. എന്താണ് പറയാനുള്ളത് ഈ ശുഭമുഹൂർത്തത്തിൽ? നല്ല കല്യാണമായിരുന്നു. അതെ, 2 പെൺകുട്ടികളാവട്ടെ, ആവട്ടെ എന്നോ ഞാൻ ആയിക്കഴിഞ്ഞു. എല്ലാവിധ ഭാവങ്ങളും എൻ്റെ മോനല്ല, എൻ്റെ മോനെ അറിയാൻ പറ്റുമോ? മോനും മോൾക്കും മോനും മോൾക്കും എല്ലാവിധ ഭാവങ്ങളും സന്തോഷം. ഭക്ഷണം കഴിച്ചു അമ്മ. ഞങ്ങൾ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓക്കെ. അറിയില്ല ഗൈസ്, നമ്മൾ കുറച്ച് ഫോട്ടോ സെഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മേക്കപ്പ് ഒക്കെ ഒലിച്ച് ഞാൻ മറ്റേ ഇതുപോലെ ഇരിക്കണത്. എൻ്റെ ഈ സാരി കുറച്ച് പേര് പറഞ്ഞു ഡള്ളായിട്ടുണ്ട് എനിക്കെന്ന്, കുറച്ച് പേര് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഗൈസ്, ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നമുക്ക് ഫോട്ടോ എടുത്തിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവാലിയുടെ സ്വന്തം അഹങ്കാരമായിട്ടുള്ള സുരേഷ് ചേട്ടനാണ്. നമ്മുടെ കല്യാണത്തിന്, നമ്മുടെ എൻഗേജ്മെന്റിന് എല്ലാത്തിനും ഫോട്ടോ എടുത്തത്. അവിടെ എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്നത് സുരേഷ് ചേട്ടനാണ്. ശ്രീകുട്ടന്റെ ശൃംഗാര ഭാവങ്ങളാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ശ്രീകുട്ടനെ എൻ്റെ വീഡിയോയിൽ കൂടി പറയട്ടെ. ശ്രീകുട്ടൻ്റെ 7 വർഷത്തെ പ്രണയമാണ്. 1 സൈഡ് ലവ്. രഞ്ജു ഇപ്പോഴാണ് യെസ് പറഞ്ഞത്. അതുകൊണ്ടാണ് കല്യാണം ഇത്ര വൈകി. അല്ലെങ്കിൽ 28-ലൊക്കെ നടത്തായിരുന്നു. ഇത്രയും കാലം ഇത്ര സമയം ഒഴിഞ്ഞു കിടന്നിട്ടില്ല. അല്ലല്ലോ, ഇത് നിന്റെ കല്യാണ സദ്യയാണ് ശ്രീകുട്ട. ഞാൻ ബാക്കിയുള്ള സദ്യ കഴിക്കണവരെയല്ലോ. നിന്റെ കല്യാണ സദ്യ എന്തല്ലേ വീഡിയോ എടുത്തിട്ടോ ഞങ്ങളുടെ. ഞാൻ ഓണാക്കിയിട്ടുണ്ട്, നിങ്ങൾ പിടിച്ചാൽ മതി. ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചേച്ചി. ഫുഡ് അടിപൊളി ഫുഡ്. ചേച്ചി ഇതൊന്നിങ്ങനെ പിടിച്ചാൽ മതി, വെറുതെ പിടിച്ചാൽ. ഞാൻ ഓണാക്കിയിട്ടുണ്ട്.
നമ്മുടെ രഞ്ജിന് സാരിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഒരു ഹായ് പറ എന്റെ ബ്ലോഗില്. അഖിലേച്ച് അതൊക്കെ ഇതൊക്കെ വരൂ കേട്ടോ പറഞ്ഞത്. അഖിലേച്ച് ഉള്ള കൊണ്ട് ഇവിടെ സാരി ഉടുക്കുന്നതാണോ? പിന്നെ എന്റെ ഉഷാകുമാരി പി കാണില്ല. ഉണ്ട്. ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളേ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക് നീ പിടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള് വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ മെല്ലെ പൂവിടുന്നേ വസന്തം കാത്തിരിപ്പൂ. കള്ളം കഴിഞ്ഞ് നമ്മള് ഭയങ്കര കണ്ണീരിലാർദ്ര നിമിഷങ്ങളായിരുന്നു. കല്യാണം കഴിഞ്ഞ് പോകുമ്പോ എപ്പോഴും ഒരു വിഷമല്ല. അത് എവിടെയുണ്ട് സെറ്റായിട്ടുള്ള അതാണ് അവളുടെ വിഷമം. അതുകൊണ്ടാണ് ആ കുട്ടി കരയണേ. പിന്നെ എന്നെ തങ്ങൂനെ ആലോചിക്കുമ്പോഴാണ് അവൾക്കൊരു സന്തോഷം കുറച്ചെങ്കിലും. ഇല്ലടാ സത്യം നീ പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല, അവനൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ചോദിക്കും ചെറിയമ്മയെ ചോദിക്കും. ചെറിയമ്മേ വിളിക്കേ. ഏത് പാട്ടാ വേണ്ടേ? ഏത് പാട്ടാ വേണ്ടേ? ഇത്രയും സ്നേഹത്തിൽ ചോദിക്കുമ്പോ നിന്റെ ഫേവറേറ്റ് പാട്ട് ഏതാ രഞ്ജു? പറ ഒരു പാട്ട്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് തിരി. ചെക്കനും പെണ്ണും ആ ഏട്ടനും എടുത്തേ എന്നോട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വണ്ടർ ടയറൊക്കെ ഇനി ആരെന്ത് വെച്ചാലോ വണ്ടിക്ക് ടയറില്ലാത്ത വണ്ടിക്കൊന്നും കാലല ചായയിൽ ആട് വെക്കാൻ നിന്നെയും കൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ. ഇതാണ് എൻട്രി, അതാണ് എൻട്രി. എന്നിട്ട് അടുത്ത് നീ പൃഥ്വിരാജിനെ പോയ സ്റ്റൈലേക്ക് പറഞ്ഞത്. ജ്യൂസ് കുടിച്ചിരിക്കുന്നു. അവർക്ക് അർജന്റ് അവരവിടെ എത്തി. നമ്മള് വന്ന ഒരു ബസ്സിന്റെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ അമ്മ അച്ഛൻ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യാ, നമ്മള് അവിടെ പോയി റെഡി ആയിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് പതുക്കെ ജ്യൂസ് ഒക്കെ കുടിച്ചിരിക്കുമ്പോ ദേണ്ടി ബസ് പോകണേ. ശ്രീയേട്ടാ തലങ്ങ പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കണേ അതും കണ്ടോ? പിന്നെ നമ്മള് പെട്ടെന്ന് പോട്ടെ, അവരെത്തിച്ചിട്ട് പറപ്പിച്ചു വിടും പാപ്പാന്നൊക്കെ. അതേ ബസ്സിന്റെ തന്നെ. ആ ബസ് തന്നെയാണോ? അതോ അപ്പൊ അയാളുടെ ഒന്ന് സംസാരിക്കണം. എന്താ സംസാരിക്കണ്ടത്? എങ്ങനെ ഇട്ടത് എങ്ങനെ സംഭവത്തിന്റെ സ്കീം എങ്ങനെ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പഞ്ചറാക്കാൻ. കല്യാണ ചെക്കന്റെ അമ്മാവൻ നല്ല പ്രായമുണ്ടല്ലോ.
പടുവച്ചും കിനാവിൽ കൊലുസിന്റെ കുളിർ കൊഞ്ചിച്ചും നീ വരലക്ഷ്മിയായി വന്നെത്തുമ്പോൾ തെളിയും ഒരുമിച്ച് അടിവച്ചു നടക്കുന്നൊരരയെന്നമേ ആനന്ദ ഭൈരവി സ്വരരാഗമേ അടിവച്ചു നടക്കുന്നൊരരയെന്നമേ ആനന്ദ ഭൈരവി സ്വരരാഗമേ നീ ഉഷസിന്റെ മണിച്ചുട്ടിൽ മകരമഞ്ഞിൽ നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ടുചുറ്റിപ്പൂവച്ചാലും കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെത്തി. ഇനി അടുത്ത കല്യാണം ഈ അമ്മായിയും കൂടെ. നിന്നെ കല്യാണം കഴിക്കില്ല? നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഈ അതല്ലേ പറഞ്ഞത്. ഈ അമ്മായിയും കൂടെ കുപ്പി അതും വെക്കും. എന്നിട്ട് ഈ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ശ്രീകുട്ടന്റെ തള്ളലുകൾ കേക്കാൻ നെഞ്ചു. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ ഉള്ളി. കല്യാണം കഴിഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ കസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ രഞ്ജുവിൻ്റെ കൂടെയും എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ശ്രീകുട്ടൻ്റെ ഫ്രണ്ട്സും പോലീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വരുന്നുണ്ട്. മാമനോട് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. നാടൻ തനി നാടൻ ഷോപ്പിലെ ചിക്കൻ കറി. ഇപ്പൊ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു വിളിച്ചപ്പോ ടേസ്റ്റിംഗ് ആണോ? ഇത് ടേസ്റ്റിംഗ് പറയുന്നുണ്ട്. ആവശ്യത്തിനുള്ളൂ. എനിക്ക് ഓരേ തോന്നിയില്ല. ആവശ്യത്തിനുള്ളൂ. അതില് ഗുണത്തിലുള്ള ഞാൻ ആദ്യം ചേർത്തുണ്ട്. ഇറച്ചിയിൽ ചേർത്തുണ്ട്. ഇത് മണത്തിനും മറ്റൊരു ഗുണത്തിനുമാണ്. ആദ്യം ഇറച്ചി വെക്കുമ്പോ ചേർക്കുന്നത് മല്ലിച്ചപ്പ് ഗുണത്തിനാണ്. ഇത് മണത്തിന് മാത്രമാണ് ലാസ്റ്റ് ഇടുന്നത്. എന്ത് സാധനത്തിലും മഞ്ഞളും ഈ മല്ലിച്ചപ്പും മരുന്നാണ്.